എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ മോൻ്റെ 5 വയസ്സിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവനെ സ്കൂളിലൊക്കെ വിട്ട് സ്കൂൾ വിട്ട് വന്നിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാത്രി നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഞങ്ങളുടെ പ്ലാൻ. കുറച്ച് ആൾക്കാരുണ്ട്, അതായത് ഞങ്ങളുടെ വീട്ടിലുള്ളവരും പിന്നെ രഗിലാൻ്റെ ഏട്ടനും പെങ്ങളും പിന്നെ അപ്പുറത്തെ വീട്ടിലുള്ളവരൊക്കെ, അങ്ങനെ ഒരു 10-13 ആൾക്കാരുടെ പരിപാടിയാണ്. അപ്പോൾ നെയ്ച്ചോറ് വെക്കുന്നത് അമ്മയാണ്, കറി വെക്കുന്നത് ഷിബേച്ചിയാണ് കേട്ടോ. അപ്പോൾ അമ്മ ഭയങ്കര എക്സ്പേർട്ടാണ് കേട്ടോ ബിരിയാണിയും നെയ്ച്ചോറൊക്കെ വെക്കുന്ന കാര്യത്തിൽ. അപ്പോൾ ഞാനെന്താ എടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു പായസം വെച്ചോ, പായസം വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പായസത്തിന് പാലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ട് പായസം വെക്കേണ്ട പരിപാടിയിലാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പരിപാടി വെക്കുമ്പോൾ എല്ലാവരും വരും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും പോവും. എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണിയൊക്കെ ചെയ്ത് തീർക്കാനും പറ്റും. അപ്പോൾ ഞാൻ നെയ്ച്ചോറിൻ്റെ റെഡിയായോ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ അരിയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഷിബേച്ചി ചിക്കൻ കറീൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് കേട്ടോ. ചിക്കൻ റെഡിയാക്കി ഉള്ളി പച്ചമുളക് ഇതൊക്കെ മുറിച്ചിടുകയാണ്. എല്ലാവരും ഒരുമിച്ച് ഉണ്ടാകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചിക്കൻ കറി വെക്കുന്നതെന്നൊക്കെ ഒന്ന് നോക്കുകയാണ്. ഒരുപാട് പേർക്ക് ചിക്കൻ കറി വെക്കുക എന്നുള്ളത് വലിയ റിസ്ക്കുള്ള പണിയാണ്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ മതി. ഇവിടെ ഓരോരുത്തരും ഓരോരോ ഫുഡ് ഉണ്ടാക്കുന്നതിൽ എക്സ്പേർട്ടാണ് കേട്ടോ. അപ്പോൾ ഷിബേച്ചി ചിക്കൻ കറി അടിപൊളിയായിട്ട് ഉണ്ടാക്കും. പിന്നെ അമ്മ ബിരിയാണി നെയ്ച്ചോറ് അങ്ങനത്തെ ഒക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കും. പിന്നെ ഞാൻ ഉണ്ടാക്കുക സേമിയ പായസം അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് കേട്ടോ. ഫുഡിൻ്റെ പണി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ആപ്പി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആപ്പി വന്നപാട് ആപ്പിക്ക് തേങ്ങ ചെരുന്ന പണിയാണ് കൊടുത്തത്. നമ്മൾ ചിക്കൻ കറി വറുത്തരച്ചാണ് വെക്കുന്നത്, അതുകൊണ്ട് കുറേ തേങ്ങ വേണം. അപ്പോൾ എല്ലാവർക്കും ചിക്കൻ കറി വറുത്തരച്ചത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനിടയിൽ ഞാൻ പായസത്തിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണ്. അത് നെയ്യൊഴിച്ച് സേമിയ വറക്കണ്ടെന്ന് തോന്നുന്നു, വറുത്ത സേമിയാണ് കേട്ടോ. അപ്പോൾ പാല് ഭാര്യയാണ് കേട്ടോ. പാലൊന്ന് പതക്കുന്ന സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഒന്ന് ചായ കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ ചായയൊക്കെ വെച്ചു. പിന്നെ ബിസ്ക്കറ്റും ചായയും കുടിക്കുകയാണ് എല്ലാവരും ഇരുന്നിട്ട്. ദേവൂസിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കേട്ടത്. അത് ദേവൂസ് ശിവച്ചിൻ്റെ വീട്ടിൽ നിന്ന് സോപ്പ് പൊടിയൊക്കെ എടുത്ത് പിന്നെ യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന പോലെ ചെയ്തതാണ്. നല്ല രസമുണ്ടായിരുന്നു അത് കേൾക്കാൻ. ഞങ്ങൾ അതൊക്കെ പറഞ്ഞ് കുറേ ചിരിച്ചു. അങ്ങനെ ചായയൊക്കെ ആസ്വദിച്ച് കുടിക്കുകയാണ് കേട്ടോ എല്ലാവരും ഇരുന്നിട്ട്. ഞാൻ അവൻ്റെ സീറ്റിലാണ് ഇരുന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ അവിടുന്ന് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് അവൻ അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ ഞാൻ പാൽ എന്തായി നോക്കി. പാല് കുറച്ച് നേരമല്ലോ വെച്ചിട്ട്, ലോ ഫ്ലെയിമിലാണ് വെച്ചത്. അപ്പോൾ അത് പതച്ചിനോന്ന് നോക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് പതച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സേമിയ ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ആദ്യമായിട്ട് സേമിയ ഉണ്ടാക്കുന്നത് പഠിച്ചത് നമ്മുടെ വീണ കറീസ് വേൾഡ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലില്ലേ, അതിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ പാലിൻ്റെ അകത്ത് സേമിയ പൊട്ടിച്ചിട്ടു കേട്ടോ. സേമിയ വറക്കണ്ടാത്തത് കൊണ്ട് അത് നമുക്ക് പെട്ടെന്ന് അതിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതൊക്കെ ഇട്ട് സെറ്റാക്കി. അതിൻ്റെ ഇടയിൽ നമ്മുടെ അപ്പുറത്തെ വിജയേട്ടൻ ദേവൂസിന് ബലൂൺ കൊണ്ടുവന്നു. ഈ ഒരു ബലൂണ് ഞാൻ തലേ ദിവസം കടയിലൊക്കെ നോക്കിയിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കിട്ടിയാൽ വാങ്ങണമെന്ന്. അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. ഈ പ്രാവശ്യം അധികം ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ചെറിയ പരിപാടിയാണല്ലോ. പിന്നെ ദേവൂസ് ഇപ്പോൾ ഇട്ടത് എൻ്റെ ആപ്പി കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ 2-3 ജോഡി ഡ്രസ്സൊക്കെ ദേവൂസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് വിജയേട്ടൻ വാങ്ങിയതാണ്, ഷിബേച്ചും വിജയേട്ടനും കൂടി വാങ്ങിച്ചതാണ്. അതൊരു ട്രൗസറും കുപ്പായമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അതൊക്കെ ഒന്ന് ഇട്ട് നോക്കി പാകാവോ എന്ന്. അപ്പോൾ കറക്റ്റ് ഫിറ്റായിരുന്നു. പിന്നെ ആപ്പിയും വരുമ്പോൾ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതാണ് അവൻ ഇട്ടത്. ഈ പച്ച കളറില്ല, അത് ആപ്പൻ വാങ്ങിയതാണ് കേട്ടോ. അതിൻ്റെ പാൻറ്റ് കുറച്ച് ലൂസാണ്, പക്ഷേ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം. ബെൽറ്റൊക്കെ ഇട്ടാൽ ഇടാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കളറ് ഭയങ്കര ഇഷ്ടമാണ് ദേവൂസിന്. ഈ ഒരു പച്ച ടീഷർട്ട് ഫുൾ കൈ ആയതുകൊണ്ട് അതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കഴിച്ചിട്ട് ആദ്യം ഇട്ടത് തന്നെ ഇട്ടു. അത് കുറേ സമയം ഇട്ടുകൊണ്ട് കുറച്ച് പെരങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പറഞ്ഞപ്പോൾ അത് തന്നെ കഴിച്ച് അത് തന്നെ ഇട്ടു കേട്ടോ. പിന്നെ 5 എന്ന് എഴുതിയ ബലൂണില്ലേ, അത് ഞങ്ങൾ കുറേ നോക്കി, എവിടെയാണ് വീർപ്പിക്കേണ്ടതെന്നുള്ള ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. അവസാനം ഞങ്ങൾ എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് അതൊക്കെ സെറ്റാക്കി കേട്ടോ. പിന്നെ ദേവുവിൻ്റെ വല്യച്ഛൻ്റെ വക ഒരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടലി 4 ജോഡി ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് അവൻ്റെ അച്ഛമ്മ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 4 ജോഡി ഡ്രസ്സ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും കിട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ വേറെ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവൻ്റെ സ്കൂളിൽ കളർ ഡ്രസ്സ് ഇടാനൊന്നും സമ്മതിക്കില്ല.
അതുകൊണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ അമ്മു വന്നു. അമ്മു ഒരു അടിപൊളി ഗിഫ്റ്റാണ് കേട്ടോ ദേവുവിന് കൊടുത്തത്. അവന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ്. അപ്പോൾ ഇതാ ഒരുപാട് കളറൊക്കെ അടങ്ങിയ ഒരു ബോക്സാണ് കേട്ടോ ഇത് ഭയങ്കര ഇഷ്ടമാണ് ദേവൂസിന്. കാരണം അവൻ ചിത്രം വരക്കാനും കളറടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ അവൻ ഫ്ലാറ്റായി. കുറേ സമയം അതിങ്ങനെ നോക്കി നിന്നു കേട്ടോ. പിന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ ആ കളറ്. അത് കുറച്ച് ദിവസം മുമ്പ് അമ്മ വാങ്ങി വെച്ചതാണ് ബർത്ത്ഡേ ആകുമ്പോഴേക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടു. നമ്മുടെ സ്റ്റാൻഡുമിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടു. പിന്നെ നമ്മുടെ കേക്ക് മുറിക്കാനുള്ള സമയം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെയെല്ലാം ഒന്ന് വൃത്തിയാക്കി ഇടുകയാണ്. പിന്നെ ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് എന്നെ കാണാത്തത്. നമ്മുടെ കേക്ക് മുറിക്കുന്ന സമയം ആവാറായപ്പോൾ ഏട്ടനും ഏട്ടൻ്റെ ഭാര്യയും മോളും ഒക്കെ വന്നു കേട്ടോ. അപ്പോൾ അവർക്ക് എവിടെയോ പോകാനുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. അതിനിടയിൽ ഞാൻ ടേബിളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. ഈ ഒരു ബലൂൺ ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതാണ്. രാവിലെ ദിവസം ഞാനൊരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഞാൻ എൻ്റെ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ദിവസം കേക്ക് കണ്ടാൽ പിന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കേക്ക്. അപ്പോൾ അതിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അടിപൊളി കേക്കായിരുന്നു. അധികം റേറ്റൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി, അധികം ക്രീമൊന്നും ഇല്ലാത്ത ഒരു അടിപൊളി കേക്കായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കേക്ക് മുറിക്കുമ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ദേവൂസ് ഒറ്റയ്ക്ക് മുറിക്കാനൊക്കെ ആയതുകൊണ്ട് ഞങ്ങളാരും അവൻ്റെ അടുത്ത് നിന്നില്ല. അവൻ ഒറ്റയ്ക്ക് കേക്ക് മുറിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ദേവൂസിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അമ്മു ഹോസ്പിറ്റലായിരുന്നു. എല്ലാ വർഷവും ചെറിയ രീതിയിൽ ഇതുപോലെ ആഘോഷിക്കാറുണ്ട്. ഫസ്റ്റ് ബർത്ത്ഡേ ആഘോഷിച്ചില്ല, കാരണം അപ്പോൾ കൊറോണ ആയതുകൊണ്ട് തന്നെ വലിയ പരിപാടികളൊന്നും വെക്കാൻ പാടില്ലായിരുന്നു. പിന്നെ സെക്കൻഡ് ബർത്ത്ഡേ നല്ല പോലെ ആഘോഷിച്ച് നടത്തിയതാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇതുപോലത്തെ പ്ലാനും ഉണ്ടായിരുന്നില്ല, വളരെ വീട്ടിലുള്ളവർ മാത്രം ആയിട്ട് നടത്താമെന്ന് വിചാരിച്ചു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും നടത്താത്തതുകൊണ്ടും പിന്നെ 5ാം ബർത്ത്ഡേ ആയതുകൊണ്ടും എല്ലാവരോടും അത്യാവശ്യം നമ്മുടെ ബന്ധുക്കളോട് മാത്രം പറഞ്ഞിട്ട് നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ആൻഷിക്ക് കേക്ക് മുറിച്ച് വായിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഓരോരുത്തരായി ദേവൂസിന് കേക്ക് മുറിച്ച് വായിൽ വെച്ച് കൊടുത്തു. അവൻ തിരിച്ചും വെച്ച് കൊടുത്തു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഒരു കുട്ടി കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു, വേറെ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വന്നവരൊക്കെ ഫുഡ് കഴിക്കാനിരുന്നു. ഇത് ആലിയാണ് കേട്ടോ, ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള. അപ്പോൾ അമ്മു എനിക്ക് കുറച്ച് ദിവസം വീട്ടിലുണ്ടാവും, അവൾ കർക്കിടക മരുന്ന് കഴിക്കാൻ കൂടി വന്നതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വാതിക്കലിരുന്ന് കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ കഴിച്ചതിന് ശേഷം ഞാനും പോയി ഇരുന്നു. അപ്പോൾ ഞാനും ഷീബേച്ചിയും അമ്മയൊക്കെ ഒന്നിച്ചാണ് കേട്ടോ ഇരുന്നത്. അപ്പോൾ നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ 2 തരം അച്ചാറുണ്ട്. ഈ ഒരു ബീട്രൂട്ട് അച്ചാർ അമ്മ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ റെഗുലറിനൊക്കെ ഉണ്ട്. ഞങ്ങളാണ് ലാസ്റ്റ് ട്രിപ്പ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.